നമ്മുടെ ഇന്നത്തെ യാത്രയിലെ അവസാന ഡെസ്റ്റിനേഷനായ പ്രശസ്തമായ തിരുമലക്കോവിലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന അതാണ് തിരുമലക്കോവിൽ. ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മലയുടെ അടിവാരത്ത് എത്തിച്ചേരാമെന്ന് കരുതുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന സൈൻ ബോർഡിൽ തിരുമലക്കോവിൽ വരെ 3 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അതെ, അതങ്ങനെ തന്നെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് മലയുടെ അടിവാരത്ത് എത്തിച്ചേരുന്ന കാര്യവും. ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 3 കിലോമീറ്ററാണ്. മലയുടെ അടിവാരം വരെ 1 കിലോമീറ്ററും അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ടാകും. ചില സമയങ്ങളിൽ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് യാത്ര ചെയ്താൽ മിക്കവാറും വരണ്ട കാറ്റായിരിക്കും നമ്മളെ സ്വാഗതം ചെയ്യുക. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്ത് തോർന്നു നിൽക്കുന്നു. നേരുമുന്നിൽ കാണുന്ന ആ പാറയുടെ മുകളിലാണ് പുഷ്പ 1 ശ്രീവല്ലി എന്ന ഗാന ചിത്രീകരണം നടന്നത്. കേരളം വിട്ടാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. കർഷകർ തങ്ങളുടെ ആടുമാടുകളെ കൂട്ടത്തോടെ മേയ്ക്കാൻ വിട്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളോ ഒന്നുമില്ലാതെ അവ ഇങ്ങനെ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കൃഷിയിടങ്ങൾക്ക് ചുറ്റും കർഷകർ തങ്ങളുടെ കൃഷിവിളകളെ സംരക്ഷിക്കുന്നതിനായി ഇതേമാതിരിയുള്ള ധാരാളം കള്ളിമുൾ ചെടികളാണ് അതിർത്തി വേലിക്കായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അവസാനം നമ്മൾ തിരുമലക്കോവിലിൻ്റെ എൻട്രൻസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചെങ്കോട്ടയിലെത്തി അവിടെ നിന്നും ഇടത്തേക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമലക്കോവിലിൽ എത്തിച്ചേരാം. ഭക്തർക്ക് 2 രീതിയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഒന്ന്, കാൽനടയായി പടികൾ ചവിട്ടി. ഏകദേശം 1000ഓളം പടികളുണ്ടെന്നാണ് അറിവ്. 2, ഈ വാഹനം കയറിപ്പോകുന്ന വഴിയിലൂടെ പാസ് എടുത്ത് വാഹനവുമായും ഈ മലമുകളിൽ എത്തിച്ചേരാൻ സാധിക്കും. പാസ് എടുത്ത ശേഷം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരുമലക്കോവിലേക്കുള്ള മാക്സിമം കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണ് തിരുമലക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റാണ് ഇവിടെ വീശിയടിക്കുന്നത്. MK മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിപ്രശസ്തമായ തിരുമലക്കോവിലിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നും ഏകദേശം 200 മീറ്റർ മുന്നിലായിട്ടാണ്. ആ കാണുന്ന മലയുടെ മുകളിലാണ് പ്രശസ്തമായ തിരുമലക്കോവിൽ ക്ഷേത്രം. സിനിമാ മേഖലയിലുള്ളവരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് തിരുമലക്കോവിൽ. അത്രയേറെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന സ്ഥലമാണ് തിരുമലക്കോവിൽ. ചാർജാക്കിയിട്ട് വരാം. കാണുന്ന അളവിൽ ഡാം ഉണ്ടോ? ഞാൻ വ്യൂ നോക്കും. എവിടെയോ കണ്ടു മറന്ന പോലുള്ള സ്ഥലം. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു പ്രദേശമാണിത്. മലയുടെ മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര കാറ്റാണ്. നിങ്ങൾ ഈ റൂട്ട് വന്നായിരുന്നോ? ഇങ്ങോട്ടേ വന്നില്ല അല്ലേ? താഴെ വന്നിട്ട് പോയത്. വലിയ
നമ്മൾ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും മഴ പെയ്യുമോ? നല്ല കാർമേഘങ്ങൾ കാണുന്നുണ്ട്. മഴ പെയ്താൽ പെട്ടു. അങ്ങനെ ഏകദേശം 2 കിലോമീറ്ററും യാത്ര ചെയ്ത് തിരുമലക്കോവിലിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി വെക്കണം. എല്ലാം സേഫാക്കിയതിന് ശേഷം ആ കാണുന്ന മണ്ഡപത്തിൽ കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നതാണ് തിരുമലക്കോവിലിൻ്റെ മുൻവശം. ഏത് സമയവും സഞ്ചാരികളാലും ഭക്തരാലും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ. നേരുമുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തിരുമലക്കോവിലിൻ്റെ എൻട്രൻസ്. അവിടുന്ന് 1000-ഓളം പടികൾ കയറി തിരുമലക്കോവിലിൽ എത്തിച്ചേരാം. എല്ലാ ക്ഷേത്രങ്ങളും എന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ തനത് ശില്പശൈലിയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ശില്പങ്ങളുടെ അഴകളവുകൾ കൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും വ്യത്യസ്തമാർന്ന ഒരു കാഴ്ചയാണ് ഓരോ കാഴ്ചക്കാരനും തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളും സമ്മാനിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്താണ്. തമിഴ്നാട്ടിലെ ചെങ്കോട്ട പൻപൊളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രഗോപുരത്തിന് ഏകദേശം 1083 അടി ഉയരം കണക്കാക്കപ്പെടുന്നു. കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഇവിടെ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റും മഴയും ഏത് നിമിഷവും കടന്നു വരാം. തിരുവനന്തപുരത്ത് നിന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ ഗോപുരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് പകർന്നു നൽകിയ സഹ്യനും ഓരോ കാഴ്ചകൾക്കും മാറ്റുകൂട്ടുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അല്ലെങ്കിൽ ഓരോ സഞ്ചാരിക്കും ഈ പ്രകൃതി തരുന്നത് അവിസ്മരണീയമായ കാഴ്ചകളാണ്. ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല, എങ്കിലും കണ്ണെത്താ ദൂരത്തോളം കാറ്റാടിപ്പാടങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കുന്നത് അതിശക്തിയേറിയ കാറ്റാണ്. മാത്രമല്ല ഓരോ കാഴ്ചക്കാരനെയും പിടിച്ചു നിർത്തുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വൈവിധ്യം. പിന്നീട് നടന്ന് ക്ഷേത്രത്തിൻ്റെ മറുഭാഗത്തെത്തി. ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയതിനാൽ അധികം നേരം വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല.
എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രക്കുളമാണ്. ഈ വേനലിലും നിറയെ ജലസമ്പത്തുമായി ഒരു ക്ഷേത്രക്കുളം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയും അവസാനിപ്പിച്ച് തിരുമലക്കോവിലിലെ കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ MK മീഡിയാസിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ. നിർത്തണോ?
അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ MK മീഡിയയുടെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.